തന്റെ പൊക്കോട്ടെ എണ്ണ അടുപ്പത്ത് കുഞ്ഞുമക്കളാണെന്ന് പറയുന്നത്. ഹലോ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടാ. ഞാൻ TV കണ്ടിരിക്കുമ്പോഴാണ് അമ്മ എന്നെ വിളിച്ചത്. വീഡിയോ എടുക്കണമെങ്കിൽ വാ, ഞാനൊരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്, മുട്ട സുർക്ക. ഇതമ്മ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് കേട്ടാ. ഇതൊരു 4 മണി പലഹാരം തന്നെയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസും പച്ചരി മുട്ടയൊക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കണതാണ് കേട്ടോ ഇത്. അപ്പം അമ്മ ഉണ്ടാക്കണം നോക്കി ഞാനവിടെ നിന്നു. മറന്നതല്ല അല്ലേ? അമ്മമ്മ എന്നോട് പറഞ്ഞതാ കുളിക്കാൻ പോകുമ്പോ ലച്ചു ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇടക്കിടക്ക് അടുക്കളയിൽ വന്നിട്ട് ആയാന്ന് ചോദിച്ചോണ്ടിരിക്കുക. അതിനനുസരിച്ച് അമ്മയുടെ വായിന്ന് കൊറേ ചീത്തയും കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ലച്ചുവിന്. പൊക്കോട്ടെ എണ്ണ അടുപ്പത്ത് കുഞ്ഞുമക്കളാണെന്ന് പറയുന്നത്. പിന്നെ അങ്ങനെയാണ് കുഞ്ഞു അതാ ചോദിച്ച എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ലച്ചുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ലച്ചു അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക, അമ്മ ഇതെനിക്ക് വീട്ടിൽ ചെന്നാൽ ഇത് ഉണ്ടാക്കി തരുമോന്ന്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, ഇതിൽ എന്തൊക്കെ ഇട്ടേക്കണം നിനക്ക് അറിയുമോന്ന് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞു, എനിക്കറിയില്ല അമ്മേ, മുട്ട സുർക്ക എന്ന് പറയുമ്പോൾ മുട്ട ഇട്ടിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് കേട്ടാ പുറത്ത് പോയാലോ എന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. അപ്പൊ ഞാനത് അമ്മനോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഞങ്ങൾ ഒബ്രോ മോളിൽ എത്തിയിട്ടാ. അധികം തിരക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ മാളിലൊക്കെ പോകാനായിട്ട് ഇഷ്ടം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ KFCയിലോട്ടാണ് കേട്ടോ കയറിയത്. എപ്പോഴും പൊറോട്ടയും ബിരിയാണിയൊക്കെ അല്ലേ കഴിക്കാറ്. ഇടയ്ക്കൊക്കെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് വേണമല്ലോ എന്നും പറഞ്ഞ അമ്മയാണ് കേട്ടോ KFCയിലേക്ക് വിളിച്ചോണ്ട് പോയത്. കൊറേ ഞാൻ എടുത്തല്ല. മോൻ അവിടെ ഇരിക്കുക ഓപ്പോസിറ്റ്. അച്ഛനും അമ്മ എങ്ങനെയല്ലേ ഇരിക്കാറ്. അന്ന് ഒരെണ്ണം മതിയായിരുന്നില്ലേ? പെപ്സി അമ്മയ്ക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല കേട്ടോ. പെപ്സിക്ക് ഒരു സോപ്പ് വെള്ളത്തിന്റെ ചൊവയാണെന്നാണ് കേട്ടോ അമ്മ പറയാറ്. അമ്മ 7up ഒക്കെ കുടിക്കൂട്ടോ. ഇന്ന് ചെന്നപ്പോൾ അവിടെ ഒരു ഡീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അതാണ് ഓർഡർ ചെയ്തത്. ഒരു 40% ഓഫൊക്കെ ഉണ്ടായിരുന്നു. എത്രയാന്ന് കറക്റ്റ് ഞാൻ ഓർക്കണില്ല. എല്ലാവർക്കും നന്നായിട്ട് ലാവിഷായിട്ട് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അനിയത്തി പറഞ്ഞത്, നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു തരാമെന്ന്. ഫുഡ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ട്രെൻഡ്സിലേക്കാണ്. അങ്ങനെ എനിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അമ്മയ്ക്ക് 2-3 നെയിൽ പോളിഷൊക്കെ വാങ്ങി. പിന്നെയും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. പക്ഷെ ലച്ചുവിന് അവിടുന്ന് ടീഷർട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ നമുക്കിനി ഈസി ബൈയിലേക്ക് പോകണം. കാല് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈസി ബൈയിലേക്കാണ് കേട്ടോ. ഇവിടെ അഫോർഡബിൾ പ്രൈസിന് ഒരുപാട് കുർത്തീസും ടീഷർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലച്ചുവിനുള്ള ടീഷർട്ടും ട്രൗസറും ഒക്കെ അവളുടെ കുഞ്ഞുമ്മ സ്പോൺസർ ചെയ്തു കേട്ടോ.
പിന്നെ അമ്മയ്ക്ക് അല്ലറ ചില്ലറ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പിന്നെ ഞങ്ങൾ റിലയൻസ് സ്മാർട്ടിലേക്ക് പോയി കേട്ടോ. നോക്ക്. ആ വേണോ? ലച്ചു എടുത്ത ഈ വീഡിയോയോടുകൂടി ഈ വ്ലോഗ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.